ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കേട്ടപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു M8 സ്പിന്നാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കമൻറ്റ് വായിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, നമ്മൾ M8 സ്പിൻ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് വന്ന കമൻറ്റൊക്കെ. ഗുലാന്, MR ഗെയിമർ, റംഷു, സാക്ക് ഇവരൊക്കെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ടൈം ഇതിലേറെ കമൻറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്പിൻ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമിടും, എന്നിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഇമോട്ട് ഇടും. അപ്പോൾ ഇതിൽ വിന്നാണ് കാട്ടിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് സ്പിൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് സ്പിൻ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്നും ഓഫാക്കിടുന്ന നല്ലതാണ്. അതാകുമ്പോൾ നമുക്ക് ആ ചില്ലും കൂടെ തന്നെ ഇങ്ങനെ നിൽക്കാം. സാധനം കിട്ടിയാലോ അവരിതിങ്ങനെ നിൽക്കല്. ഏതാ ഫസ്റ്റ് തന്നെ M24 ഫസ്റ്റ് സ്പിന്ന് ഏതായി? നമ്മൾ ഇമോട്ട് പ്രഡിക്റ്റ് ചെയ്താൽ അത് അത്രേ ഉള്ളൂ, കിട്ടിയിരിക്കും ഇമോട്ട് പ്രഡിക്ഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്പിൻ ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടിയാൽ മോനെ പൊളിക്കും. എനിക്ക് ആ റെഡ് കളർ എന്താണ്, ഇൻക്യുബേറ്റർ സ്കിന്നാണ് എനിക്ക് വേണ്ടത്. അടിപൊളി സ്കിന്നല്ലേ. ഇപ്പോൾ വന്നത് പോരാ തോന്നുന്നു, എൻ്റെ ആട്രിബ്യൂട്ടൊന്നും എനിക്ക് വല്ല ഇത് പറ്റില്ല. ഈ സ്പിന്നിൽ നമ്മളെ കയറിയ ചാമ്പി എന്താ ടോക്കണൊന്നും കിട്ടണല്ല. ആ 10ൻ്റെ ടോക്കണൊക്കെ ഒരു 5-6 കിട്ടിയാൽ മുതലാവും. വീണ്ടും ഒരു 90 ഡയമണ്ടിൻ്റെ ഒരു സ്പിൻ ചെയ്യാൻ പോവാണ് ഗൈസ്. ഇന്ന് 2K ഡയമണ്ട് പോയാലും വേണ്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഇൻക്യുബേറ്റർ സ്കിന്ന് ഞാനിന്ന് എടുത്തിരിക്കും ഗൈസ്. എടുക്കും എന്ന് പറഞ്ഞാൽ എടുക്കും, അതിൻ്റെ വാക്കാണ് ഇത്. വെറും 4 ടോക്കൺ ആകെ കിട്ടി ലാസ്റ്റ്, ബാക്കിയൊക്കെ പോക്കാ. ഇത് പിന്നെയും കുഴപ്പമില്ലാത്തൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? ഇല്ലടാ. ആകെ 2 മാത്രമേ ഉള്ളൂ. ഒന്നിൽ കിട്ടി. 10ൻ്റെ കിട്ടിയോ? 10 ഇല്ല. സിംഗിൾ അടിച്ചാൽ കിട്ടണില്ല. സിംഗിൾ അടിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടിയണോ? കിട്ടിയാലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വൗച്ചറൊക്കെ ഉണ്ടായിനല്ലേ, ആരെങ്കിലും സിംഗിൾ എടുത്താണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. നെക്സ്റ്റ് സ്പിൻ ചെയ്യാണ്. ഒന്നും കിട്ടിയില്ല. ഏതെങ്കിലും ഒന്ന് കിട്ടു. ആ M8 ഏതെങ്കിലും ഒരു M8 എടുത്താൽ മതി. ഒരു M8ക്കും സ്കിന്നില്ല. മറ്റേ എക്സൈറ്റ് ഉണ്ടായിരുന്നു, പച്ച കളറ് ബാനായ അക്കൗണ്ടിൽ. പക്ഷെ ഇതിലില്ല, ഇതിൽ സ്കിന്നില്ല. ഇത് ഞാൻ വേറെ അക്കൗണ്ട് വാങ്ങിയ. നെക്സ്റ്റ് 90 സ്പിൻ കിട്ടോ? ഇതിലേക്കും കരേനാ. ഇത് കുഴപ്പമില്ലാത്തൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ പ്രഡിക്റ്റാണ്. ഇതിൽ കിട്ടും. ഇതിൽ ഞാൻ അറിയണം. ഇതിൽ M8ൻ്റെ ഒരു സ്കിൻ അടിച്ചിരിക്കും. കിട്ടണേ താകരനാ. കിട്ടോ? ഇല്ല, തന്നില്ല. ചെറിയ വെറുതെ പ്രഡിക്റ്റ് ചെയ്താണ്, ആരും വിശ്വസിച്ചിരുന്നു. ഇതിലെങ്കിലും കിട്ടി. M24 88 ടോക്കണുള്ളൂ. സാരല്ല, ഒറ്റ 90ൽ 88 ടോക്കൺ ലാഭമാണ് ഗൈസ്, ലാഭമാണ്. 250 ടോക്കൺ വേണോടാ അതിന്. മിസ്സായി. സാരല്ല, ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ തോക്കാണ്. എനിക്ക് എടുക്കാൻ വേണം M8ൻ്റെ സ്കിന്ന്. എൻ്റെ ആട്രിബ്യൂട്ട് എന്താ? റീലോഡ് സ്പീഡും ഡാമേജും റേഞ്ച്. ഞാൻ എടുക്കാന്ന് പറഞ്ഞ ഇൻക്യുബേറ്റർ സ്കിന്നിന് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ആണ്. 2 അടിയൊക്കെ പെട്ടെന്ന് പോയാൽ ഇനി CS ഒക്കെ കളിച്ചുമ്പോൾ നല്ല യൂസ് ആയ കാര്യം. നീല കളർ എടുക്കുക, പക്ഷേ നീല കളറിന് എന്താ ആക്യുറസി പോരാ. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ ചത്തിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ഭായിമാരെ തെറിയേക്കേണ്ടി വരും. നെക്സ്റ്റ് 90 ഡയമണ്ട് സ്പിൻ ചെയ്യാൻ പോണ്. കിട്ടുമോ? ഇതിൽ കിട്ടുമോ? വരാനാ. ഇത് കിട്ടിയാൽ പൊളിക്കും ഗൈസ്. കിട്ടിയോ? പക്ഷെ മിസ്സായി. കിട്ടിയെന്ന് പറയണേലൊക്കെ സിംഗിൾ ടോക്കണായി. കാരണം ഫുള്ള് 232 ടോക്കണായി. ഇനി എത്ര? ഇനി 20 ടോക്കൺ പോരെ? 20 ടോക്കൺ. ഓക്കെ. ഈ കുറച്ച് കിട്ടി. ഇല്ല, ഒറ്റ സിംഗിൾ സ്പിന്നിൽ കിട്ടും. അപ്പോൾ 2 ടോക്കൺ. സിംഗിൾ സ്പിൻ ചെയ്താൽ 2 ടോക്കണല്ലേ കിട്ടുക. കിട്ടിയോ M8? പോയി. സാരല്ല, 250 ടോക്കൺ ക്ലിയർ. 250 ടോക്കൺ
ഗൈസ് ഫൈനലി നമ്മുടെ ഗൺ സ്കിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഏതാ പൊള്ളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഏതാ നമുക്ക് ഇതിൻ്റെ ആട്രിബ്യൂട്ടൊക്കെ ചെക്ക് ചെയ്യണം ഗൈസ്, M24-ൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഗൺ സ്കിൻ നമുക്ക് ലോബിയിലൊന്ന് ക്യാച്ച് ചെയ്ത് നോക്കാം ഗൈസ്, എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ലുക്കും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കൊക്കെ വരുന്നത്. നമ്മൾ മഞ്ഞിട്ടിട്ട് നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ചാടി പോകാൻ പോവാണ് ഗൈസ്. നമ്മളെ കിഡിലും കിടക്കാച്ച് നമ്മളെ M8 എടുത്തിട്ട് നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഏതാ ഫുൾ റെഡ് എടാ, റൈറ്റ് ഓഫ് ഫയർ അതിൻ്റെ കാര്യം വരികയാണെങ്കിൽ കുത്തിപ്പിടിച്ച ഡബിൾ റൈറ്റ് ഓഫ് ഫയർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുത്തിപ്പിടിച്ചാൽ ഭയങ്കര സംഭവകാരം. നമ്മൾ ഈ ബോഡി ഷോട്ടുള്ള കസ്റ്റമർ കളിക്കൂലേ, ആ ടൈമിൽ 2 അടി പെട്ടെന്ന് എനിമി ആവും. അപ്പം ഇനി നമുക്ക് വെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കാം. വെസ്റ്റ് ഹെൽമെറ്റ് നമ്മൾ മാറ്റി ഫുൾ ലാസ്റ്റ് വെസ്റ്റിലിട്ടിട്ടുണ്ട്. ഓക്കെ, 2 ഷൂട്ട് പോരാ, 3 ഷൂട്ട് വേണം. അപ്പോൾ M8X കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഏത് വലിയ വെസ്റ്റ് വന്നാലും 3 അടി കുത്തി പിടിച്ച് എനിമിനെ അങ്ങോട്ട് ഡൗൺ ഉണ്ടാ. ഹെഡായ ഒറ്റയടി മതി, ഒറ്റയടി മതി ഹെഡിന്. പൊളി കിഡിൽ M8 കൊണ്ടൊക്കെ നല്ല ഹെഡ് അടിച്ചവർക്ക് ഈ സ്കിൻ ഇട്ട് കഴിഞ്ഞാൽ, ഈ സ്കിന്നല്ല ഈ സ്കിന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് ഓഫ് ഫയർ ആണ്. അതായത് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബുള്ളറ്റ് പോകും, അതാണ് ഇതിൻ്റെ യൂസ്. പിന്നെ ഇതിന് സിംഗിൾ ഡാമേജും വരുന്നുണ്ട്. സിംഗിൾ ഡാമേജ് പറഞ്ഞാൽ നമ്മൾ നോർമൽ മെറ്റീരിയലേറെ കുറച്ചും കൂടി ഒരു ഡാം കൂടിയിട്ടായിരിക്കും എനിമിക്ക് കൊള്ളുക. ഇത് മറ്റേ മിസ്റ്ററി ഷോപ്പിൽ നിന്ന് കിട്ടിയ ഇമോട്ടാണ്. ആ ഇമോട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ മറന്നു പോയതാണ്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല. ഇതും അതിൽ നിന്ന് കിട്ടിയൊരു ഇമോട്ട് തന്നെയാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടോ. മറ്റേ ഒരു ഛർദ്ദിക്കണ മാതിരിക്കത്ര ഇമോട്ടില്ലേ, കുറേ എന്തൊക്കെ ഇങ്ങനെ ചാടും തൊള്ളിന്ന്, ആ ഇമോട്ട് ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ M24-ൻ്റെ സ്കിന്നിൻ്റെ പവറാണ് ഗൈസ്. അതെ, അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വിടാട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ M24 ഒക്കെ നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ലോങ് റേഞ്ച് 240 ഹെഡ് പോകുന്നുണ്ട് ഗൈസ്. പിന്നെ അക്രോസി ഉണ്ട്. റേഞ്ച് പറഞ്ഞാൽ നമ്മുടെ അടുത്ത M8-ൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പോകും. പോരാത്തിനിത് 100 ഉണ്ടാവും. നമ്മൾ ഗ്ലൂ വാൾ ഇട്ട് കഴിഞ്ഞാലും നിൽക്കാതെ കുത്തി പിടിച്ചാൽ എനിമി ഗ്ലൂ വാൾ പോവുകയും ചെയ്യും. എനിമിനെ പെട്ടെന്ന് കില്ലെടുക്കാത്തത് കുറഞ്ഞ ഡാമിലൊക്കെ കയറും ഗ്ലൂ വാൾ ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എനിമിനെ തൂക്കാനുള്ളൂ. നമുക്ക് ഇനി വെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിത് എങ്ങനെ പോകണമെന്ന് നോക്കാം. ഹെഡ് എത്ര കയറും? ബോഡി ഷോട്ട് 12-13. ഹെഡ് ഷോട്ട് അത്യാവശ്യം കുഴപ്പമില്ല, 82 132 ആ ഒരു റേഞ്ച് പോവും. കുഴപ്പമില്ല ഗൈസ്, കുത്തിപ്പിടിക്കുക. ലോങ് റേഞ്ചൊക്കെ എനിമിനെ കിട്ടിക്കഴിഞ്ഞാൽ സ്കോപ്പ് ഇട്ട് കുത്തിപ്പിടിച്ച് നല്ല ഡാമേജ് പോകും. പിന്നെ ക്യാരക്ടർ സ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതിലേറെ ഇനിയും ഡാമേജ് പോകും. പിന്നെ ഞാൻ റെഡീം കോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ കാണാൻ ആരുമില്ല. പിന്നെ ഞാൻ റെഡീം കോഡ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ലയെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഒരു 10 കമൻറ്റ് വേറെ ആൾക്കാർ 10 കമൻറ്റ് റെഡീം കോഡ് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും ഒരു 100 റുപ്പിയുടെ റെഡീം കോഡ് വീഡിയോൻ്റെ ഉള്ളിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് തന്നാൽ അത് എനിക്ക് ഭയങ്കര യൂസായിരിക്കും, നല്ല മോട്ടിവേറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞാൻ ഇപ്പോഴും സ്നൈപ്പർ സ്പിൻ ചെയ്യണ ആ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നില്ല. ആ AWM-ൻ്റെ പാണ്ടൻ്റെ സ്കിൻ ഉണ്ടല്ലോ, അത് സ്പിൻ ചെയ്യണ വീഡിയോ ഇടാൻ മറന്നുപോയതാണ്. എന്തായാലും ഇടാം. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു, കിട്ടുകയാണെങ്കിൽ ഞാനത് ആ വീഡിയോ പാടി ചെയ്യാം. പിന്നെ കുറേ ബണ്ടിലും ഇതൊക്കെ വരുന്നൊരു ഇവൻ്റ് ഉണ്ടല്ലോ, ബണ്ടിൽ ഇമോട്ട്, അത് വരികയാണെങ്കിൽ അതും സ്പിൻ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും റെഡീം കോഡ് ഇടുന്നതാണ്. 10 കമൻ്റ് ആയി കഴിഞ്ഞാൽ 10 കമൻ്റ് അല്ല 10 റെഡീം കോഡ് എന്നുള്ള കമൻറ്റ് വരണം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.